ആ ചായ ഇല്ലേ കയ്യില്? വേണോ? ആ വേണ്ട. ഈ നീതി ദേവതയുടെ കയ്യിൽ എപ്പോഴും ത്രാസുള്ളത് പോലെയാ തന്റെ കയ്യിൽ ഗ്ലാസ്. നീതി ദേവതയുടെ ത്രാസില് തൂങ്ങി നിൽക്കുകയാണ് എൻ്റെ അമ്മ. സർ, ഇതുവരെയുള്ള കേസിന്റെ നാൾവഴികളിലൂടെ ഞാൻ ചെറിയൊരു യാത്ര നടത്തി. പറയാമോ? ആർഗ്യുമെന്റ് ആണോ? അയ്യോ അല്ല സർ. പറഞ്ഞോ. താൻ ക്രിമിനോളജി പഠിച്ചതിന്റെ ഗുണമുണ്ടോന്ന് അറിയാലോ. ഇരിക്കും. അമ്മയുടെ മേൽ തെളിവുകൾ ഉണ്ടാക്കാനുള്ള സ്പീഡ് അമ്മയെ രക്ഷിക്കാനുള്ള തെളിവുകളിലേക്ക് വന്നോ എന്നാണ് സംശയം. കൊല ചെയ്ത ദിവസം മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ആ വഴിയിലേക്ക് അന്വേഷണം പോയോ? താൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി അമ്മയുടേതാണ്. കൊലയാളി ഗ്ലൗസ് ധരിച്ചിരുന്നെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല. പക്ഷേ അമ്മയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും. അച്ഛൻ മദ്യപിച്ചിരുന്നു എന്നാ പറയുന്നത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ. ഓ, ഇനി എക്സാം ചെയ്ത ഡോക്ടർ കൈക്കൂലി വാങ്ങിയതാണോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ ഫോറൻസിക് റിപ്പോർട്ടില് എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് പല ഘട്ടങ്ങളിലായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇനി മുറിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന കത്ത്, അത് നാടകത്തിന്റെ ഡയലോഗാണെന്ന് അമ്മയുടെ മൊഴിയിലുണ്ടല്ലോ. സർ, ഞാൻ പാരലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. വലിയൊരു കോൺസ്പിറൻസി ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി. ഓ, അങ്ങനെയാണോ? അച്ഛൻ എഴുതിയ ഒരു കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിലെഴുതിയിരുന്നത് എന്റെ പിന്നാലെ ഒരാളുണ്ട്, എന്നെ കൊലപ്പെടുത്തുമെന്നാണ്. ആ കത്തുമായി ഞാൻ എന്റെ പ്രൊഫസർ ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോയി. ആ യാത്ര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നെ ഒരാള് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്കൊരു സംശയം. ആ കത്തായിരിക്കും അയാളുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നി. അത് ശരിയായിരുന്നു. അയാള് എന്റെ മുറിയിൽ കയറി അത് മോഷ്ടിച്ചു. ഞാൻ വളരെ വിദഗ്ധമായി ആ കത്ത് മാറ്റി എഴുതി വെച്ചു. അച്ഛൻ വലിയൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്നും ആ വിവരം കാണിച്ച് ദാസന്റെ കയ്യിലൊരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയായിരുന്നു. ആ കൊലപാതകം ഗൂഢാലോചന നടത്തിയ ആള് ദൂതനെ അയക്കുമെന്ന്. കൃത്യം അത് സംഭവിച്ചു. ആ കത്തിന്റെ വിലപേശൽ രാത്രിയിൽ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നടന്നു. അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയത് ഒരു സ്ത്രീയാണെന്ന് ഞാൻ കണ്ടെത്തി. അന്ന് രാത്രിയിലാ ഞാനൊരു തട്ടുകടയുടെ മുമ്പിൽ വെച്ച് സാറിനെ കണ്ടത്. ആ വഴിക്ക് ഒരു അന്വേഷണം വേണം സർ. ഞാനും കൂടാം. നിർത്താം.